ബീച്ചിൽ പോകണമെന്നുള്ള ആവശ്യം പറഞ്ഞത് കുഞ്ഞൂസായിരുന്നു. എന്നാൽ പിന്നെ പോവാം, പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. ബീച്ചിൽ പോയി ഇങ്ങനെ തിരകൾ എണ്ണി മണ്ണിലൊക്കെ കളിച്ച് കടലിലൊക്കെ കുളിച്ച് അങ്ങനെ സമയം കളയുന്നത് കുഞ്ഞൂസിനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ബീച്ചിൽ പോയപ്പോഴേക്ക് അവിടെ ഒത്തിരി ആൾക്കാർ. അങ്ങനെ കുറേയും കൂടി മുന്നോട്ട് പോയ സമയത്താണ് ആളൊഴിഞ്ഞൊരു ബീച്ച് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബീച്ചിലേക്ക് പോകുന്നത്. ഇതങ്ങനെ എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു സ്ഥലമാണെന്നോ ഒന്നും അറിയില്ല. ഒരു ഇടവഴി കണ്ടു ബീച്ചിലേക്ക്, അങ്ങനെ അവിടത്തേക്ക് പോയി. പക്ഷേ ഇവിടെ ആഴം കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടലിലിറങ്ങി കളിക്കാൻ കുഞ്ഞൂസിനെ ഞങ്ങൾ സമ്മതിച്ചില്ല. അവിടെ എത്തിയ ഉടനെ തന്നെ അവൻ്റെ ചെരുപ്പൊക്കെ മണ്ണിൽ കുഴിച്ചിട്ടു. ബീച്ചിൽ പോകുന്ന കുട്ടികൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണെന്നാണ് അവൻ പറഞ്ഞത്. ഏതോ ഒരു വീഡിയോയിൽ കണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഓക്കെ, മണ്ണ് കുഴിച്ചിടുന്നെങ്കിൽ കുഴിച്ചിട്ടോട്ടെ, പോകുന്ന സമയത്ത് കൃത്യമായിട്ട് കാലിടാൻ ചെരുപ്പ് കിട്ടിയാൽ മതി എന്ന് ഞാനങ്ങ് പറഞ്ഞു. പിന്നെ എൻ്റെ വക കുറച്ച് ഫോട്ടോ പോസുകളായിരുന്നു. ഫോട്ടോ എടുത്തിരാൻ വേണ്ടി ഹസ്ബൻഡും റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ സൂര്യനെയൊക്കെ നോക്കി ഒരു ക്യാൻഡിഡ് പോസിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. കടൽ, കുന്ന്, മഞ്ഞ്, ഇതൊക്കെ എന്തോ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. ഒത്തിരി ആൾക്കാരും ബഹളമുള്ള സ്ഥലത്ത് പോകാൻ തീരെ ഇഷ്ടമല്ല. എന്നാൽ ഇങ്ങനെ ശാന്തമായ സ്ഥലത്ത് പോയിട്ട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തല പുകച്ച് മനസമാധാനം കളയുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. സാധാരണ ആൾക്കാർ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ പോയിരിക്കുക. എന്നാലും ഞാൻ 24 മണിക്കൂറും ചിന്തകളിലായിരിക്കും. അങ്ങനെ ചിന്തിച്ച് തല പുകച്ച് ഡിപ്രഷൻ അടിക്കും. അവസാനം പോകാൻ നേരം ചിന്തിക്കും, ഇത്രയും നേരം ഉണ്ടായിട്ട് നീ എന്താണ് ഈ ചിന്തിച്ച് കൂട്ടിയത് എന്ന്. എലോൺ മസ്കിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വർക്കുകളായിരിക്കും. ചിന്തിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം അങ്ങ് തീരുമാനിക്കുന്നു. ആ ദിവസങ്ങളിലാണ് പുതിയ പുതിയ കാര്യങ്ങളുടെ ഐഡിയ വരുന്നത്. ചിന്തിച്ച് ചുറ്റുപാടും മറന്ന് ഞാനങ്ങനെ ഇരിക്കുമ്പോഴേക്കും എൻ്റെ ചെറിയ ചെക്കൻ ആ മണ്ണിൽ കിടന്ന് ഉരുളുകയായിരുന്നു. ആ പൂഴി മണ്ണ് മുഴുവൻ അവൻ്റെ തലയിലും ദേഹത്തും ഒക്കെ. തലയിലേക്ക് കയറി വന്ന ആ പ്രഷറിനൊന്ന് തണുപ്പിക്കണത് എൻ്റെ ആവശ്യം ആയതുകൊണ്ട് തന്നെ കൊച്ചിനെ കുറച്ച് നേരത്തേക്ക് ശ്രദ്ധിച്ചോ, ഞാൻ ഇനിയും കുറച്ച് നേരം ശാന്തമായി ഇരിക്കട്ടെ എന്ന് ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് എൻ്റെ ചിന്തകളെ ഞാൻ ആ പൂഴി മണ്ണിനും കടലിനും ആകാശത്തിനും അസ്തമിക്കുന്ന സൂര്യനും ഒക്കെ വിട്ടുകൊടുത്ത് ഭൂമിയുടെ അർത്ഥം തേടിയിരുന്നു.